ഹായ് ഗൈസ്, അപ്പോൾ എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോൺ 12 ഒരു ക്ലോൺ സ്മാർട്ട് ഫോൺ ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് മാസ്റ്റർ കോപ്പി സ്മാർട്ട് ഫോൺ അല്ല, ഇത് അൾട്രാ മാസ്റ്റർ കോപ്പി എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇത് 5000 രൂപയുള്ള HDC ക്ലോൺ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ വഴി ഞാൻ ഓർഡർ ചെയ്തതാണ് 5000 രൂപയുടെ ഈ ഒരു ഫോൺ. അപ്പോൾ അതോടൊപ്പം ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോൺ മേടിക്കണോ വേണ്ടതെന്നെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ വീഡിയോ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സ് എടുക്കാം. അതോടൊപ്പം ഞാൻ ഇപ്പോൾ iPhone 11 യൂസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ iPhone 11 ബോക്സും കൂടെ ഉണ്ട്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു കമ്പാരിസൺ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ iPhone 11 ബോക്സ്. നല്ലൊരു ചെറിയ ബോക്സിലാണ് നമ്മുടെ iPhone 12 കിട്ടുന്നത്. കറക്റ്റ് സെയിം നമ്മുടെ iPhone 12 ഏത് ബോക്സിൽ കിട്ടുമോ അതേ ബോക്സ് തന്നെയാണ് അവർ ഈ ഒരു ഫോണിൻ്റെ ബോക്സിനകത്ത് നമുക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ക്ലോൺ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ കറക്റ്റ് അതേ ഒരു ബോക്സിംഗ് പാക്കേജ് സ്റ്റൈൽ അവർ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ഡിവൈസ് ഒന്ന് നോക്കാം. ഫ്രണ്ടിലായിട്ട് നമ്മുടെ iPhone 12 പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഈ ഒരു സ്ക്രീൻ കാർഡ് ഒന്നെടുത്ത് മാറ്റിയിട്ട് ബൂട്ടപ്പ് ചെയ്യാം. ഓക്കെ, ആപ്പിളിൻ്റെ ലോഗോ കാണിക്കുന്നുണ്ട്. സോ നമുക്ക് ഈ ഒരു ബാക്ക് ഡിസൈനെ കണ്ടാൽ തന്നെ അറിയാം കറക്റ്റ് iPhone 12 അതേ ലുക്കാണ്. അപ്പോൾ ഇത് ചൈനീസ് ലാംഗ്വേജിലാണ് എല്ലാം വരുന്നത്. അപ്പോൾ നമ്മളിത് ഫുള്ള് സെറ്റ് ചെയ്തെടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഇത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ടായി വരുന്ന ഫോണാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കുന്നത്. സോ നമ്മളെല്ലാം സെറ്റ് ചെയ്തെടുക്കാം. സോ ഐഫോണിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും കഴിഞ്ഞ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബോക്സിനകത്ത് എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു കാർ കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലൈറ്റനിങ് കേബിളും ബോക്സിനകത്ത് കിട്ടുന്നുണ്ട്. സോ ഒറിജിനൽ iPhone 12 വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു iPhone 12 നല്ല സ്ലീക്ക് ആയിട്ടുള്ള ഡിസൈനാണ് തന്നിരിക്കുന്നത്. അതോടൊപ്പം 6.1 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നമ്മുടെ ഈ ഒരു iPhone 12 അകത്ത് തന്നിരിക്കുന്നത്. അതായത് ഇതൊരു LCD ഡിസ്പ്ലേ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഒരു ഫോണിൻ്റെ അകത്ത്. സോ ഇത് നമ്മുടെ ആമോലെഡ് സൂപ്പർ റെറ്റീന XDR-ൻ്റെ ആ ഒരു ഡിസ്പ്ലേ അല്ല, ജസ്റ്റ് ഒരു IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് തന്നിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു ഫോണിൻ്റെ മെയിൻ ക്യാമറ വരുന്നത്, അതായത് ബാക്ക് ക്യാമറ വരുന്നത് 5 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറയാണ്. അതപ്പോൾ ഫ്രണ്ടിലായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് 2 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഈ ഒരു ഫോണിൻ്റെ റാം വരുന്നത് 1 GB റാമാണ്. അതോടൊപ്പം നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത് വെറും 8 GB സ്റ്റോറേജ് ആണ്. അതോടൊപ്പം ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത് 2000 mAh ബാറ്ററി കപ്പാസിറ്റി ഒരു ഫോണിനകത്ത് കിട്ടുന്നുണ്ട്. അതോടൊപ്പം സൈഡ് ഡിസൈൻ വൈസിലെല്ലാം നല്ലൊരു ലുക്ക് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ 5000 രൂപ കൊടുത്ത് മുടക്കി മേടിക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല. കാരണം അത്രയ്ക്ക് സ്പെസിഫിക്കേഷൻസ് ഒന്നും ഈ ഒരു ഫോണിൽ തന്നിട്ടില്ല. ജസ്റ്റ് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെയിലോ കൂട്ടുകാരുടെയിലോ ആരുടെയും കാണിക്കുന്ന സമയത്ത് അവർ നോക്കുമ്പോൾ പുറത്തുള്ള ആ ലുക്ക്, അതായത് ആ ഒരു ഫോണിൻ്റെ ബോഡിയിലുള്ള ലുക്കും ഡിസൈനൊക്കെ കാണുമ്പോൾ കറക്റ്റ് ഐഫോൺ എന്ന് പറയും. അവർ ജസ്റ്റ് ഫോണൊന്ന് അൺലോക്ക് ചെയ്യുമ്പോഴും ഐഫോണിൻ്റെ രീതിയിലുള്ള തീമും എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഹോം സ്ക്രീനിലായിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ആ ഒരു ലുക്ക് മാത്രമേ ഈ ഒരു ഫോണിന് കിട്ടുന്നുള്ളൂ. അല്ലാതെ ഈ ഒരു ഫോൺ കറക്റ്റ് ഐഫോണൊന്നും അല്ല. നിൻ്റെ ആപ്പ് സ്റ്റോർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യത്തില്ല. അതോടൊപ്പം കഴിഞ്ഞ പ്രാവശ്യം 12 Pro Maxൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. 2000 രൂപയുടെ ഫോണായിരുന്നു അത്. അപ്പോൾ കുറേ പേര് അത് മേടിച്ചെന്ന് പറഞ്ഞ് നല്ല റിവ്യൂ ഒക്കെയാണ് ഇൻസ്റ്റാഗ്രാമിലൂടെ എനിക്ക് കുറേ സുഹൃത്തുക്കൾ തന്നത്. കുറേ പേര് ആ ഒരു ഫോൺ മേടിക്കാൻ ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് എടുത്തിട്ട് 5000 രൂപ കൊടുത്തിട്ടാണ് ഈ ഒരു ഫോൺ ഞാൻ മേടിച്ചത്. അപ്പോൾ അത്രയ്ക്ക് കൊള്ളില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഫോൺ പുറമേ കാണാൻ നല്ല ലുക്കുണ്ട്, നല്ല ഗ്ലാസ് ഫിനിഷ്, നല്ല ഐഫോണിൻ്റെ ലോഗോ, പിന്നെ ആ ഒരു ക്യാമറ മൊഡ്യൂൾ എല്ലാം കറക്റ്റ് iPhone 12 കണക്ക് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി പോക്കറ്റിലേക്ക് വയ്ക്കുമ്പോൾ ആളുകൾ കാണുമ്പോൾ iPhone 12 എന്ന് പറയും. പിന്നെ ആ സൈഡ് ഡിസൈനും എല്ലാം കറക്റ്റ് iPhone 12 ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് iPhone 12 പോലെ തന്നെയാണ് ഈ ഒരു ഫോൺ ഇരിക്കുന്നത്. അപ്പോൾ പുറമേ അകമേ നോക്കുന്ന സോഫ്റ്റ്വെയറിൽ നമ്മുടെ iPhone 12 എന്ന് തന്നെ പറയുള്ളൂ, വേറെ ഫോണൊന്നും പറയത്തില്ല. കറക്റ്റ് iPhone 12 പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിലെല്ലാം 1 GB റാമേ ഉള്ളൂ, PUBG ഒന്നും ലോഡാവത്തില്ല, അങ്ങനെ കുറേ അഴുക്ക ഒരു കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൻ്റെ അകത്തുണ്ട്. അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ഫോൺ ചീത്തയാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഈ ഒരു ഫോൺ മേടിക്കരുത്. ഞാൻ മെയിനായിട്ട് ഇതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം ബോക്സിൻ്റെ അകത്ത് കിട്ടിയ കണ്ടൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്ക് അതിൻ്റെ അകത്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ആപ്പിളിൻ്റെ സ്റ്റിക്കർ കിട്ടി, സിം ഇജക്ടർ ടൂൾ കിട്ടി, പിന്നെ ഡിസൈൻഡ് ഇൻ കാലിഫോർണിയ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് പാക്കറ്റ്, അതോടൊപ്പം ലൈറ്റനിങ് കേബിളും കിട്ടി. ഇത്രയും മാത്രമാണ് ബോക്സിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ഫോണും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡിൽ ദെൻ ദിസ് ഈസ് ആദ്യം സൈനിങ് എഫ് ബൈ.